സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ കണ്ണികൾ പൊട്ടിക്കാൻ സർവ്വസന്നാഹവും ഒരുക്കുകയാണ് പോലീസും എക്സൈസും. ഡി ഹണ്ടുമായി പോലീസും എക്സൈസും മുന്നോട്ട് പോവുകയാണ്. ഡി ഹണ്ട് കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ പദ്ധതി. സ്ഥിരം ലഹരി കേസ് പ്രതികളെ കരുതൽ തടങ്കിലാക്കാൻ എക്സൈസും നടപടികൾ കർശനമാക്കി. അതേസമയം ഇന്ന് രാവിലെയും ലഹരി വേട്ടയുണ്ടായി. ആലുവയിലാണ് കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായത്. നവമി ദിനേശ് ചേരുന്നു. നവമി, സംസ്ഥാനത്തെല്ലാം ഈ ലഹരിക്കെതിരായ പൊതുവികാരം ഉണ്ടായിട്ടുണ്ട്. ലഹരിക്കെതിരായ പോലീസിന്റെയും എക്സൈസിന്റെയും സമഗ്രമായ നീക്കങ്ങൾ ഉണ്ടാവുന്നു. ഇതിനിടയിലാണ് കൂടുതൽ സംഭവങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചി. ഇന്ന് എന്താണ് പോലീസിന്റെ നടപടികൾ? ഒപ്പം ഈ പിടിയിലായ ഒഡീഷ സ്വദേശികളുടെ വിശദാംശങ്ങൾ അതെങ്ങനെയാണ്? സജിത്ത്, ഓപ്പറേഷൻ ഡി ഹണ്ട് കുറച്ചധികം നാളുകളായി നമ്മുടെ കേരളത്തിലുള്ളതാണ്. പോലീസിന്റെ പരിശോധനയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ലഹരി വിൽക്കുന്നവരെ പിടികൂടി അറസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇത് കുറച്ച് നാളുകളായി കേരളത്തിലുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമായിട്ടാണ് പോലീസ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നതിൽ മാത്രമായിരുന്നു ഒരു സംശയം. എന്തായാലും ഈ അടുത്തിടയിലുണ്ടായ ക്രിമിനൽ വാർത്തകളായിക്കോട്ടെ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം ഈ പ്രതികളാക്കപ്പെടുന്നവർ ലഹരിക്ക് അടിമയാണ് അല്ലെങ്കിൽ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണെന്നുള്ളൊരു വാർത്തയായിരുന്നു നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ഇതിൽ പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ ഒരു നിസ്സഹായത ഇതിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അലംഭാവം, പോലീസിന്റെ അലംഭാവത്തെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലുടനീളം പോലീസിന്റെ പരിശോധന ശക്തമാക്കുന്നത്. കൊച്ചിയിലും അത്തരത്തിലുള്ളൊരു പരിശോധന കർശനമായി തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു. എക്സൈസും പോലീസും ഒക്കെ വലിയ രീതിയിൽ രാപ്പകലില്ലാതെ പരിശോധനകൾ ശക്തമാക്കി, രാത്രി പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കി, ഒഴിഞ്ഞ ഇടങ്ങളിലും അല്ലെങ്കിൽ സംശയാസ്പദമായി നിൽക്കുന്ന ആളുകളെയൊക്കെ പിടികൂടുന്ന ഒരു രീതിയിലേക്കായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി ഉണ്ടായിരുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി ഇന്ന് ഉണ്ടായ പരിശോധന ഏറ്റവും ഒടുവിലായി ആലുവ ഭാഗത്ത് 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. കഞ്ചാവും ഹാഷിഷ് ഓയിലുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. 4 കിലോ കഞ്ചാവ് ഒഡീഷ സ്വദേശിയായ മമത ഡിങ്കലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം 5 ഒഡീഷ സ്വദേശികളുടെ കയ്യിൽ നിന്നും 1 കിലോ ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. ഇതിവർ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നതാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. പക്ഷേ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇവർ ആർക്കൊക്കെയാണ് ഈ ലഹരി കൈമാറ്റം ചെയ്യുന്നത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. പലപ്പോഴും പിടികൂടുന്ന പ്രതികളിൽ ഒതുങ്ങിപ്പോകുന്നു. പക്ഷെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാനോ ആരാണ് ഇവരിൽ നിന്നും സ്ഥിരം ലഹരി വാങ്ങുന്നത് എന്ന തരത്തിലുള്ളൊരു പരിശോധനയൊന്നും പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ഇതിന്റെ ഉറവിടം തേടിയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിനിടയിൽ ഈ കൊറിയർ വഴിയുള്ള ലഹരിയുടെ വരവും കൂടിയതായി അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. ആ രീതിയിലും പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവരിൽ വലിയ രീതിയിൽ ലഹരി അവരുടെ നാടുകളിൽ നിന്നും ബസ്സിലും ട്രെയിനിലുമായി കേരളത്തിൽ എത്തിക്കുന്നുവെന്നും കേരളത്തിൽ പലയിടങ്ങളിൽ കച്ചവടം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് ഇവർ ലഹരി കൈമാറ്റം ചെയ്യുന്നത്, ലഹരി വിൽപ്പനക്കാരായി കൊണ്ടു നടക്കുന്നതെന്ന തരത്തിലുള്ള അന്വേഷണത്തിലൊക്കെ പോലീസിന് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ പഴുതടച്ചൊരു അന്വേഷണത്തിലേക്ക് പോലീസും എക്സൈസും കടന്നു കഴിഞ്ഞു. അതിനിടെ ഈ ഒന്നിലധികം തവണ ലഹരി കേസിൽ പിടികൂടുന്നവരെ കരുതൽ തടങ്കലിൽ വെക്കുവാനുള്ള കേന്ദ്രത്തിന്റെ നിയമമുണ്ട്. അത് പലപ്പോഴും പോലീസ് അത് നടപ്പാക്കുന്നില്ല. അത് ശക്തമായി നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഈ ഓരോ ക്രിമിനൽ കേസുകളിലും അല്ലെങ്കിൽ ലഹരി കേസുകളിലൊക്കെ പിടികൂടുന്നവരെ ഇതിനു മുൻപും പല സ്റ്റേഷനുകളിലും ലഹരി ഉപയോഗിച്ചതിനും ലഹരി പിടികൂടിയതിനുമൊക്കെ കേസുകളുണ്ട്. 2 ദിവസം അവർ ജയിലിൽ കടന്ന് അല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി വീണ്ടും അവർ ലഹരി കച്ചവടം നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാറ്റി ഒന്നിലധികം തവണ ലഹരി കേസിൽ പ്രതികളായവരെ കരുതൽ തടങ്കൽ 2 വർഷം കരുതൽ തടങ്കലിൽ വെക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും കൈക്കൊണ്ടു കഴിഞ്ഞു. എന്തായാലും കേരളത്തിലുടനീളം പോലീസും എക്സൈസും ഒക്കെ ഈ ലഹരിക്കെതിരെ വലിയൊരു പരിശോധന അല്ലെങ്കിൽ ലഹരി മാഫിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വല വിരിച്ചു കഴിഞ്ഞു. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ലഹരി മാഫിയയെ പിടിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ തുടർച്ചയായി ലഹരി കേസുകൾ പെടുന്നവർക്കെതിരെ മുൻകരുതൽ നടപടികൾ എന്ന രീതിയിൽ കരുതൽ തടങ്കിലാക്കാനുള്ള നീക്കങ്ങളും എക്സൈസ് വകുപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നിയമസഭയിലടക്കം കഴിഞ്ഞ ദിവസം ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു അജണ്ടയായി ഏറ്റെടുക്കുകയാണ്. ലഹരി വ്യാപനത്തിനും